വിലയിലും കയറ്റുമതിയിലും ഇടിവിന്റെ പാതയിൽ സവോള. ഒരു കാലത്ത് വിപണിയിലെ താരമായിരുന്നു ഇവൻ. സെപ്റ്റംബറിൽ സവാളയ്ക്ക് 49.5% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമാക്കിയുള്ള കണക്കുകൾ പ്രകാരം 6.5 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഇടിവ്. ഈ സാമ്പത്തിക വർഷം ഏപ്രിൽ മാസത്തിൽ മാത്രമാണ് സവോളയുടെ വിലയിൽ നേരിയ വർധനവുണ്ടായത്. സവോള വില കുതിച്ചുയരേണ്ട സമയത്താണ് ഇപ്പോൾ തുടർച്ചയായുള്ള വില തകർച്ച എന്നത് കർഷകരെയും ദുരിതത്തിലാക്കുന്നു. സാധാരണയായി സെപ്റ്റംബർ ഡിസംബർ കാലയളവിൽ സവോള വില വർദ്ധിക്കാറുണ്ട്. ഇത്തവണ വിളവെടുപ്പിനെ മഴ ബാധിച്ചിട്ട് പോലും വില ഉയർന്നിട്ടില്ല എന്നാണ് കർഷകർ പറയുന്നത്. കഴിഞ്ഞ വിളവെടുപ്പിലെ വൻ തോതിലുള്ള ശേഖരം വ്യാപാരികളുടെ കൈവശമുണ്ടെന്നതാണ് വിലയെ പിടിച്ചു നിർത്തുന്ന പ്രധാന ഘടകം. ലോകത്ത് സവോള ഉൽപാദനത്തിൽ മുൻനിരയിലുള്ള രാജ്യമാണ് ഇന്ത്യ. 2023-24 സാമ്പത്തിക വർഷം ഏകദേശം 2.5 കോടി ടൺ സവോളയാണ് രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ചത്. പ്രതിവർഷം 20 ലക്ഷം ടണ്ണോളം സവോള കയറ്റുമതിയും ചെയ്യാറുണ്ട്. ഇതിൽ 40% വരെ അയൽ രാജ്യമായ ബംഗ്ലാദേശിലേക്കായിരുന്നു. എന്നാൽ സവോള കയറ്റുമതിയിൽ ഇന്ത്യ കഴിഞ്ഞ വർഷങ്ങളിലായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ മൂലം ബംഗ്ലാദേശിലെ വിപണി പതിയെ നഷ്ടമാവുകയായിരുന്നു.